വിമാനത്താവളത്തിൽ വന്നിറങ്ങി അല്പസമയത്തിനകം തൊട്ടടുത്ത റെസ്റ്റോറൻറ്റിലേക്ക് അവർ എത്തുന്നു. അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു, ഈ കുഞ്ഞിൻ്റെ ഉൾപ്പെടെ ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം കാണാതായി കുഞ്ഞ് അല്പസമയത്തിനകം അതിനെ അവിടെയുള്ള ഒരു ഓടയിൽ നിന്ന് കണ്ടെത്തുന്നു. അത് ഹോട്ടലിലെയും മറ്റും വേസ്റ്റ് ഒഴുക്കി വിടാൻ വേണ്ടി ഇറക്കിയ ഓടയാണ്. ആ ഓട അത് പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള സ്ഥലത്തല്ല എന്നൊരു ന്യായമാണ് സിയാലിൻ്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണമായി വന്നിരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോഴും അത് മനസ്സിലാകുന്നതാണ്. റിയ ബേബി അവിടെയുണ്ട്. റിയ അവിടെയുള്ള ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോഴും മാത്രമല്ല അതൊരു പുൽത്തകിടി പോലത്തെ ഒരു പ്രദേശമാണല്ലോ, പൂക്കളൊക്കെ ഉള്ള സ്ഥലമാണ്, ഒരു ഉദ്യാനമായി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് ഒരു കുഞ്ഞ് സ്വാഭാവികമായി ഓടിപ്പോകുന്നതാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്ര അലക്ഷ്യമായി എങ്ങനെ ഇങ്ങനെ ഒരു ഓട നിർമ്മിക്കപ്പെട്ടു, അതിങ്ങനെ തുറന്നു കിടന്നു എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ? അത്തരത്തിലൊരു മറുപടിയും ഇതുവരെ സിയാലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. സിയാൽ ആകെ ഇതിൽ നൽകുന്ന വിശദീകരണം ഇത് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലമായിരുന്നുവെന്നും അവിടെയാണ് ഈ അപകടം നടന്നതെന്നും ഉള്ള കാര്യമാണ് സിയാൽ നൽകുന്ന വിശദീകരണം. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കും. എയർപോർട്ടിൻ്റെ സാധാരണഗതിയിൽ ആളുകൾക്ക് പ്രവേശനമില്ലാത്ത ഏരിയയൊക്കെ നമുക്കത് ആ പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപമുള്ള എയർലൈൻ ഓഫീസ് അതുപോലെയുള്ള പ്രദേശങ്ങൾ നമുക്ക് കാണാം. അത് കൃത്യമായി തന്നെ ബാരിക്കേഡ് വെച്ച് ഗ്രില്ല് വെച്ച് ഗേറ്റ് അടക്കം അടച്ച് അത് എയർപോർട്ടിൻ്റെ കസ്റ്റഡിയിലുള്ള പ്രദേശമായി തന്നെ കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ്. അത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഭാഗമാണ്. പക്ഷേ ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ കാണുന്ന കഫേയിലാണ്. അതായത് ടെർമിനലിൽ നിന്ന് സാധാരണ ആളുകൾ നടന്നു വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു കഫേയാണിത്. ഈ സംഭവം നടക്കുന്ന ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് വരെ കഫ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് ഇപ്പോൾ അത് താൽക്കാലികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഇവിടെ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ അകത്തുണ്ടായിരുന്നു, ഒപ്പം വന്ന മറ്റു ചിലർ പുറത്തുമുണ്ടായിരുന്നു. ഇതിലൂടെ ആളുകൾ നടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. നടന്ന് ചെന്നാൽ കാണുന്ന തൊട്ടടുത്തുള്ള പുൽത്തകിടിയിലോട് അകത്തുള്ള ഒരു സ്ഥലമാണ് ഈ മാലിന്യക്കുഴി ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ മാലിന്യമൊക്കെ വരുന്ന ഒരു കുഴി? അത് എയർപോർട്ട് പോലുള്ള ഒരു സുരക്ഷിതമായി എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കുന്ന ഒരു സ്ഥലത്ത് അതിങ്ങനെ അലക്ഷ്യമായി തുറന്നു കിടക്കാൻ അനുവാദം നൽകിയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതെന്നതാണ് വലിയ വിമർശനമായി തന്നെ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് എയർപോർട്ട് ഇത് പ്രവേശനമില്ലാത്തൊരു ഏരിയ ആണെന്നൊരു വിശദീകരണം കൂടി നൽകുമ്പോഴാണ് ഇത്രയും രൂക്ഷമായി തന്നെ നമുക്കത് വിമർശനാത്മകമായി തന്നെ കാണേണ്ടി വരുന്നത്. ഇങ്ങനെ ആളുകൾ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നൊരു സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെയാണ് ആ ചേച്ചി പറഞ്ഞതനുസരിച്ച് കുഞ്ഞും അമ്മയും ഒക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിരുന്നു എന്നത്. കാരണം അങ്ങനെ ഒരു സ്ഥലമാണ്. പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ച് ആളുകൾക്ക് നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സ്ഥലം കൂടിയാണ്. അവിടെ വന്ന് അവർ ഫോട്ടോ എടുക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതിനിടയിലാണ് കുഞ്ഞ് അതേ സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. രക്ഷിതാക്കൾ അത് അറിഞ്ഞിരുന്നില്ല. അത് കുഞ്ഞ് അടുത്തില്ല എന്ന് കണ്ടപ്പോൾ തന്നെ അവർ പുറത്തിറങ്ങുകയും ഹോട്ടലിനകത്ത് പോയി പരിശോധിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കുഞ്ഞ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയും ഒരു പക്ഷേ പൂ പറിക്കാനൊക്കെ ശ്രമിച്ചതിനിടയിൽ അത്രയും തുറന്നു കിടക്കുന്ന ഒരു അല്പം മുകളിലേക്ക് ഉയരമുള്ള ഒരു സ്ഥലമാണ്. കുഞ്ഞ് നിന്നാൽ പെട്ടെന്ന് തന്നെ വീഴാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു. അത് മൂടുന്നതിന് മുമ്പുള്ള ദൃശ്യം കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. കുഞ്ഞ് അകപ്പെട്ട് പോയതായിരിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ തൊട്ടടുത്തുള്ള പോലീസ് ഹെഡ് പോസ്റ്റിൽ ഈ പരിസരത്തൊക്കെ കുഞ്ഞിനെ തിരയുന്നു. അതിനിടയിലാണ് കുഞ്ഞിൻ്റെ ചെരുപ്പ് ഇവിടെ കാണുകയും കുട്ടിയുടെ അച്ഛൻ ഓടി വന്ന് കുഞ്ഞിനെ എടുത്ത് പൊക്കി ഉയർത്തുകയും ചെയ്യുന്നത്. ഒരു 10 മിനിറ്റെങ്കിലും കുഞ്ഞ് ഈ മാലിന്യക്കുഴിയുടെ അകപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഞ്ഞിനെ അതിവേഗം പുറത്തെത്തിച്ച് CPR ഒക്കെ നൽകാൻ ശ്രമിച്ചെങ്കിലും ഈ മലിനജലവും മാലിന്യവും ഒക്കെ കുഞ്ഞിൻ്റെ അകത്ത് പോയി അത് തന്നെ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് കുഞ്ഞിനെ എത്തിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതീവ ദൗർഭാഗ്യകരമായ ദാരുണമായ സംഭവം എന്ന് തന്നെ പറയണം. കാരണം കൈപ്പിടിയിലുണ്ടായിരുന്ന കൺമുമ്പിലുണ്ടായിരുന്ന ഒരു 3 വയസ്സുകാരനെയാണ് അവരുടെ കുടുംബത്തിന് നഷ്ടമായിരിക്കുന്നത്. വിനോദയാത്രയ്ക്കായി കേരളത്തിലെത്തിയതാണ്. രാജസ്ഥാൻ സ്വദേശികളാണ്. സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഇവരെത്തിയത്. കുഞ്ഞിൻ്റെ സഹോദരനും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മിനിറ്റുകൾക്കുള്ളിൽ ജീവൻ നഷ്ടമാകുന്ന തരത്തിൽ ഈ സംഭവം നടന്നത്. ഇതിലെടുത്തു പറയേണ്ടത് ഇതൊരു പ്രവേശനമില്ലാത്ത, പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലമല്ല. ആളുകൾക്ക് കയറിപ്പോക്കാൻ കഴിയുന്ന തരത്തിൽ ഈ കഫേനോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് കൃത്യമായും കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ഈ പൂക്കളുമൊക്കെ കണ്ട പരിസരത്തേക്ക് പോവുക സ്വാഭാവികമാണ്. എന്തായാലും ഏറ്റവും സങ്കടകരമായ ദാരുണമായ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. നാട്ടിലേക്ക് 8 ദിവസത്തെ വിനോദയാത്ര കേരളത്തിലെ പല സ്ഥലങ്ങളുമൊക്കെ കണ്ട് സന്തോഷത്തോടെ മടങ്ങാൻ ആഗ്രഹിച്ചു വന്ന കുടുംബത്തിനാണ് പക്ഷേ വിമാനത്താവളത്തെത്തി മിനിറ്റുകൾക്കകം അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം നഷ്ടമാകുന്നവരുടെ 3 വയസ്സുള്ള കുഞ്ഞിനെ നഷ്ടമാകുന്നു.